ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടനയുടെ ചെറു പതിപ്പുയർത്തിപ്പിടിച്ചായിരുന്നു വയനാട് എംപിയുടെ സത്യപ്രതിജ്ഞ. കേരള തനിമയുള്ള കസവു സാരി അണിഞ്ഞാണ് ആദ്യ ദിനത്തിൽ പ്രിയങ്ക ലോക്സഭയിലെത്തിയത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ സത്യനിഷ്ഠ से प्रतिज्ञान करती हूँ. പ്രിയങ്ക ഗാന്ധി വദ്ര ഇനി മുതൽ പാർലമെന്റ് അംഗം. കരഘോഷത്തോടെയാണ് പ്രതിപക്ഷ നിര പ്രിയങ്കയെ ലോക്സഭയിലേക്ക് വരവേറ്റത്. കേരള ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാഡ്ര. കേരള തനിമയുള്ള കസവ് സാരിയുടുത്താണ് പ്രിയങ്ക ഗാന്ധി ആദ്യ ദിനം പാർലമെന്റിലെത്തിയത്. മാതാവ് സോണിയാഗാന്ധിക്കും സഹോദരൻ രാഹുൽ ഗാന്ധിക്കുമൊപ്പം ആദ്യം പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്കാണ് പ്രിയങ്ക എത്തിയത്. സ്വീകരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെറുയോഗത്തിന് ശേഷം പിന്നെ ലോക്സഭയിലേക്ക്. കേരള ശ്രീമതി പ്രിയങ്ക ഗാന്ധി വാഡ്ര. ഹൈബീഡൻ സമ്മാനിച്ച ഭരണഘടനയുടെ ചെറുപതിപ്പ് കയ്യിലേന്തിയായിരുന്നു സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ ബെഞ്ചിലെ 4ാം നിരയിലാണ് പ്രിയങ്ക ഇരുന്നത്. അപ്പോഴേക്കും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ മുങ്ങി. അതിലും പ്രിയങ്ക പങ്കാളിയായി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വസതിക്ക് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷ പ്രകടനം നടത്തി. പാർലമെന്റിൽ ഇനി പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ മേൽവിലാസം. BJPക്കും മോദി സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടെ ലോക്സഭയിൽ കരുത്തേറുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തികഞ്ഞ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് വയനാട് മണ്ഡലം. രാത്രിയാത്രാ നിരോധനം മുതൽ വന്യജീവി ആക്രമണം വരെയുള്ള വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മധുരം നൽകിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് UDF പ്രവർത്തകർ ആഘോഷിച്ചത്. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ. പ്രിയങ്ക ഗാന്ധി MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പായസവും ലഡ്ഡുവും നൽകിയാണ് വയനാട് മണ്ഡലത്തിലെ പ്രവർത്തകർ ആ നിമിഷത്തെ വരവേറ്റത്. ഒപ്പം കുന്നോളം പ്രതീക്ഷകളും വോട്ടർമാർ വെച്ചുപുലർത്തുന്നു. രാത്രിയാത്രാ നിരോധന പ്രശ്നം, മെഡിക്കൽ കോളേജ് വികസനം, നഞ്ചൻകോട് റെയിൽപാത, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം എന്നിവയെല്ലാം പ്രിയങ്ക സമയബന്ധിതമായി ഇടപെടേണ്ട വിഷയങ്ങളായി ജനങ്ങൾ കാണുന്നു. ഒന്നാമതായി വയനാട് മെഡിക്കൽ കോളേജ് അറിയാലോ. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ രാത്രിയാത്രാ നിരോധനം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുമെന്ന് ഞങ്ങൾ വയനാട്ടുകാർ ഏറെ പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വയനാട്ടിലുണ്ട്. അതൊക്കെ പ്രിയങ്ക ഗാന്ധിയിൽ കൂടി നിറവേറ്റാൻ കഴിയുമെന്നാണ് വിശ്വാസം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറത്തെ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ മേഖലകൾ തിരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് സമ്മാനിച്ചത്. വിവിധ കാരണങ്ങളാൽ ഇഴഞ്ഞു നീങ്ങുന്ന പദ്ധതികൾക്ക് വേഗം വേണമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ഡയാലിസിസ് സെന്റർ അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. അടിയന്തരമായി പൂർത്തീകരിക്കാൻ സാമ്പത്തികമായി ചെറിയ സഹായം കൂടി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വോട്ടർമാർക്ക് നന്ദി പറയാൻ നവംബർ 30, ഡിസംബർ 1 തീയതികളിലായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തും. ചരിത്ര ഭൂരിപക്ഷം നൽകിയതുപോലെ ഈ വരവ് ഒരു ചരിത്ര സംഭവമാക്കാൻ കൂടി ഒരുങ്ങുകയാണ് പ്രവർത്തകർ. 24, മലപ്പുറം, വയനാട്. പാർലമെന്റിലെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകും. വയനാട്ടിൽ നിന്ന് ജയിച്ചെത്തിയ പ്രിയങ്ക മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ എത്രമാത്രം ഇടപെടുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയ പ്രിയങ്ക ഗാന്ധി ഇന്നു മുതൽ ലോക്സഭാ MP. 4,10,931 ഭൂരിപക്ഷം നേടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ പ്രവേശനം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സമരമുഖങ്ങളിലും കോൺഗ്രസിനെ ആവേശം കൊള്ളിച്ച ശബ്ദം ഇനി പാർലമെന്റിലും. MP എന്ന നിലയിൽ പഠിക്കാനും തെളിയാനും ഏറെയുണ്ട്. പിതാമഹൻ ജവഹർലാൽ നെഹ്റു മുതൽ സഹോദരൻ രാഹുൽ ഗാന്ധി വരെ നടന്ന വഴിയിലൂടെയാണ് ഇനിയുള്ള നടപ്പ്. വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഓരോ നീക്കത്തിലും രാഷ്ട്രീയം വേണം. എന്നും വയനാടിനെ ചേർത്ത് നിർത്തുമെന്ന വാക്ക് പാലിക്കണം. I want to thank the people of Wayanad from my heart for giving me the honor to represent them.
for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. 2004 റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക്. ചെറുകൂട്ടങ്ങളിൽ സംസാരിച്ച് സ്വയം രാഗിമിനുക്കൽ. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. UPയിൽ നിർജീവമായിരുന്ന കോൺഗ്രസ് കമ്മിറ്റികൾ പുനരുജ്ജീവിപ്പിച്ചു. അപ്പോഴും നേരിട്ടൊരംഗത്തിനിറങ്ങാൻ മടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി റായ്ബറേലി ഒഴിഞ്ഞപ്പോൾ പകരം പ്രിയങ്കയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉറപ്പിച്ചു. എന്നാൽ അന്നും സമ്മതം മൂളിയില്ല. പടിപടിയായി തന്റെ സ്വാധീനം ഉറപ്പിച്ച ശേഷം ഒടുവിൽ കളത്തിലിറങ്ങി ജയിച്ചു കയറി. സഹോദരന്റെ പകരക്കാരിയായി. സ്ത്രീകളെ കയ്യിലെടുക്കുന്ന പ്രചാരണ ശൈലി വയനാട്ടിലും തുടർന്നു. ഉരുൾപൊട്ടൽ ജീവിതം തകർത്ത ജനതയ്ക്ക് കേന്ദ്ര സഹായം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ശാശ്വത പരിഹാരം. ചുരം താണ്ടാതെ ജീവൻ കാക്കാൻ ഒരു മെഡിക്കൽ കോളേജ്. രാത്രിയാത്രാ നിരോധനം പിൻവലിക്കൽ. പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് വയനാട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പലതുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24.